ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചിരയ എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. ആദ്യ രാത്രി മുതൽ പിന്നീടുള്ള 7 രാത്രികളിൽ ഭർത്താവിന്റെ റേപ്പിനിരയാകുന്ന ഒരു ഭാര്യ, വിവാഹശേഷം ഒരു സ്ത്രീയുടെ ശരീരം ഒരാണിന്റെ അവകാശമാണോ? സമൂഹത്തില് കുറേയധികം സ്ത്രീകൾ അനുഭവിച്ച ഒരു കഥയാണ് ഈ ഒരു സീരീസിലൂടെ പറയുന്നത്. അപ്പൊ കഥയിലേക്ക് കടക്കുന്ന മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് റമാർ എന്ന ആളുടെ കുടുംബത്തിലെ അയാളുടെ ഇളയ മകൻ അരുണിനെ കുറച്ച് ആൾക്കാർ ചേർന്ന് തല്ലുന്നതും അത് കണ്ടുകൊണ്ട് അരുണിന്റെ ചേട്ടൻ വിനയുടെ വൈഫ് കമലേഷ് അവിടേക്ക് വന്ന് അവരെയൊക്കെ അടിച്ചോടിച്ചിട്ട് അരുണിനെ രക്ഷിക്കുന്നതുമാണ്. കമലേഷിന്റെ ഒരു മകൾ കൂടിയുണ്ട്. അവളുടെ പേര് പിങ്കി എന്നാണ്. കമലേഷ് ഈ ആൾക്കാരുമായിട്ട് ബഹളം ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ടാണ് അവളുടെ അമ്മായപ്പനായ സുകുമാർ ബ്രഹ്മാർ അവിടേക്ക് വരുന്നത്. സുകുമാർ അവളോട് കാര്യം തിരക്കുന്നു. അരുണും ആ പയ്യന്മാരുമായിട്ട് അടിയുണ്ടാക്കിയതിന്റെ പിന്നിൽ അരുണിന്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റാണോ എന്ന് സുകുമാർ ചോദിക്കുമ്പോൾ കമലേഷ് പറയുന്നുണ്ട് അരുൺ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ലാന്ന്. കാരണം കമലേഷ് ഇവിടെ വിവാഹം കഴിഞ്ഞ് വന്നിട്ട് 15 വർഷമായി. അന്ന് അരുൺ ചെറുപ്പമായിരുന്നു. അവനെ ഇത്രയും വളർത്തി വലുതാക്കിയതെല്ലാം തന്നെ കമലേഷ് ആയിരുന്നു. കമലേഷ് സ്വന്തം മകനെ പോലെയാണ് അരുണിനെ കണ്ടിരുന്നത്. കഥ അവിടെ നിന്നും കുറെ മുന്നോട്ട് പോവുകയാണ്. അരുണിന് വിവാഹപ്രായം എത്തി. കമലേഷാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവൾക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ തന്നെ 15 വർഷം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആ വീട്ടിലെ എല്ലാവരെക്കാളും വിദ്യാഭ്യാസം കുറവ് അവൾക്കാണ്. അവിടെ എല്ലാവരും വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവളൊന്നും ശ്രദ്ധിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. അവളെ സംബന്ധിച്ച് ആ വീട്ടിലെ അടുക്കളയിലെ കാര്യങ്ങളും മറ്റു ജോലികളും മാത്രമായിരുന്നു അവളുടെ ശ്രദ്ധ. കമലേഷിന്റെ ഹസ്ബൻഡ് വിനയ് അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഒരു നല്ല ഭർത്താവായിരുന്നു അയാൾ. വിവാഹം കഴിഞ്ഞ അന്നു മുതൽ തന്റെ വൈഫിനോട് ഐ ലവ് യു പറയണമെന്ന് അയാൾക്കുണ്ട്. പക്ഷെ ഇതുവരെയും അത് അയാൾ തുറന്നു പറഞ്ഞിട്ടില്ല. ഓരോ തവണയും പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരും. കമലേഷിന് തന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. തന്റെ ഫാമിലി ഒരിക്കലും ഒരു കാലത്ത് ഒരു തെറ്റും ചെയ്യില്ല എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെ അവർ അരുണിന് ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ്. പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അവിടെ വെച്ച് തന്നെ കല്യാണം ഉറപ്പിക്കാനായിരുന്നു തീരുമാനം. കമലേഷിന് കമലേഷിന്റെ അമ്മയമ്മയായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധമാണുള്ളത്. ഇവരെല്ലാം കൂടെ ആ വീട്ടില് ഇവരുടെ മുത്തശ്ശി കൂടി ഉണ്ടായിരുന്നു. അവരധികം സംസാരിക്കാറില്ലായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള മുത്തശ്ശിയെ വീട്ടിലാക്കിയ ശേഷം ഇവരെല്ലാവരും പെണ്ണ് കാണാൻ ഇറങ്ങി. പൂജ എന്നായിരുന്നു പെൺകുട്ടിയുടെ പേര്. BA ഇംഗ്ലീഷാണ് അവൾ പഠിച്ചത്. അവളോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോ അവൾ ഇംഗ്ലീഷ് പാട്ടായിരുന്നു പാടുന്നത്. കമലേഷ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റി. അവൾക്ക് ഇംഗ്ലീഷ് ഒന്നും അധികം വശമില്ലാത്ത കാരണം അവൾക്ക് മാത്രം ബോറടിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവൾക്ക് പൂജയോട് അസൂയം തോന്നി. വീട്ടിൽ ഓൾറെഡി തന്നെ വിദ്യാഭ്യാസം കുറവ് കമലേഷിനാണ്. പൂജ നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ്, നല്ല മോഡേണം. അത് കാരണം കമലേഷ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയുന്നുണ്ട്, നീ എന്ത് ബ്ലൗസായി ഇട്ടിരിക്കുന്നത്, ഇതിന് നല്ല ഇറക്കം കൂടുതലാണെന്ന്. അത് കേട്ടതും പൂജ വല്ലാതെ വിഷമിക്കുന്നു. അവളുടെ പേരൻസും ആകെ ധർമ്മസങ്കടത്തിലായി. ഇവർക്ക് ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ കമലേഷ് മാത്രം എതിർത്തു നിൽക്കുകയാണ്. ഇങ്ങനൊരു പെൺകുട്ടിയെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട്. അരുണിനും പെൺകുട്ടി ഇഷ്ടപ്പെട്ടു. അരുൺ കുറെ നേരം കമലേഷിനോട് സംസാരിക്കുന്നു. പൂജ നല്ല പെൺകുട്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടത്തി സമ്മതിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്ന് അരുൺ കുറെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഒടുവിൽ കമലേഷ് ഓക്കെ പറയുന്നു. അങ്ങനെ അവിടെ വെച്ച് തന്നെ അവരുടെ എൻഗേജ്മെന്റ് നടന്നു. ഉടനെ തന്നെ വിവാഹത്തിനുള്ള ഡേറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും തിരിച്ചു പോകുന്ന വഴിക്കെല്ലാം തന്നെ കമലേഷിന്റെ മനസ്സിലെ ചിന്ത തന്നേക്കാൾ സ്ഥാനം പൂജയ്ക്ക് ആ വീട്ടിൽ ലഭിക്കുമെന്നതായിരുന്നു. അങ്ങനെ ഒരു ദിവസം കമലേഷ് അവളുടെ അമ്മായിയമ്മയും കൂടി പുറത്ത് സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോൾ വഴിയിലൊരു സമരം നടക്കുന്ന കാണുന്നു. എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് കമലേഷ് അവിടേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് അവരുടെ കൂടെ നിന്ന് സംസാരിച്ചപ്പോഴാണ് കമലേഷിന് മനസ്സിലാകുന്നത് അത് LGBTQ ആൾക്കാരുടെ സമരമാണെന്ന്. അതെന്താണെന്ന് അവിടെയുള്ളവരോട് ചോദിച്ചതും അവരത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. അത് കേട്ടതും ദേഷിച്ച് കമലേഷ് വന്ന് തിരിച്ച് ഓട്ടോയിലേക്ക് കയറി. ഇവരൊക്കെ വളരെ മോശം ആൾക്കാരാണെന്നാണ് കമലേഷ് പറയുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കമലേഷ് ശ്രദ്ധിക്കുന്നുണ്ട് ആ സമരത്തിന് പിന്തുണയുമായിട്ട് പൂജ അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്ന്. ഇത് കണ്ട് ദേഷ്യം വന്ന കമലേഷ് ആകട്ടെ പൂജ അവിടെ നിന്നും പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ പോകുന്നത് അവളുടെ വീട്ടിലേക്കാണ്. കമലേഷ് എന്താ എത്ര ദേഷ്യത്തിൽ വരുന്നെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു പൂജയുടെ വീട്ടുകാരും. എന്നാൽ വീട്ടിലെത്തി കിച്ചണിലേക്ക് കയറിയ ശേഷം പൂജയോട് കമലേഷ് ചോദിക്കുന്നത് നീ ലെസ്ബിയൻ ആണോ എന്നാണ്. ലെസ്ബിയൻ എന്നുള്ള വാക്കുപോലും കമലേഷിന് കറക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ലായിരുന്നു. എന്നാൽ പൂജ പറയുന്നുണ്ട് താൻ അങ്ങനെയൊന്നും അല്ല എന്ന്. അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ അവരുടെ സമരത്തിൽ പങ്കെടുത്തത്. നീ ഞങ്ങളുടെ വീട്ടിലെ മരുമകളാകാൻ പോകുന്നവളാ, നീ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പൂജ പറയുന്നുണ്ട് എനിക്ക് എന്റേതായ ഐഡിയോളജിയും തോട്ട്സും ഉണ്ടെന്ന്. മരുമകളാകാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഈ നാട്ടില് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നും നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ എന്നും കമലേഷിന്റെ പൂജ ചോദിക്കുമ്പോൾ കമലേഷ് പറയുന്നുണ്ട് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്, നിന്നേക്കാളും ശ്രദ്ധിച്ച് വായിക്കാറുണ്ട്. നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് ന്യൂസ് പേപ്പറിന്റെ ഫസ്റ്റ് പേജ് ഒന്നും അല്ല ആവശ്യം, അതിന്റെ ലാസ്റ്റ് പേജാണ് നമ്മൾ വായിക്കേണ്ടത്. അവിടെയാണ് നല്ല നല്ല റെസിപ്പീസ് ഉള്ളത്, എങ്ങനെ ഈസി ആയിട്ട് നല്ല ഫുഡ് കുക്ക് ചെയ്യാന്നുള്ളത്, അതൊക്കെയാണ് വായിക്കേണ്ടത്. അല്ലാതെ നിന്നെ പോലെ ഈ നാട്ടിലെ വലിയ വലിയ കാര്യങ്ങള് ഫ്രണ്ട് പേജ് നോക്കി വായിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒരു വീട്ടില് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ന്യൂസ് പേപ്പറിന്റെ ലാസ്റ്റ് പേജിലാണുള്ളത്. ലോകത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആണുങ്ങളുണ്ട് ഇവിടെ. നീ ഒരു സ്ത്രീയാണ്, നീ നോക്കേണ്ടത് വീട്ടിലെ കാര്യമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ പൂജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്നാണ് കമലേഷ് തിരിച്ചു ചോദിക്കുന്നത്. നീ കഴിക്കുന്ന ആഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിനക്കറിയാമോ? നീ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എങ്ങനെ അയൺ ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? ഈ വീട് എങ്ങനെ
മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് നിനക്കറിയാമോ? അതൊക്കെ നീ പഠിച്ചിരിക്കണം. അതാണ് വലിയ കാര്യവും. കമലേഷിന്റെ ആ ഒരു ചിന്തയോട് പൂജയ്ക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്ത്രീകളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലേ എന്ന് പൂജ ചോദിക്കുമ്പോൾ കമലേഷ് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് എന്താ ആഗ്രഹം ഉള്ളതെന്ന്. ആ ആഗ്രഹങ്ങളൊന്നും ഇവിടെ വിലവെക്കേണ്ട കാര്യമില്ല. കമലേഷിനെ പോലൊരു മൂത്ത മരുമകളുള്ള വീട്ടിലേക്കാണ് താൻ പോയി താമസിക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ തന്നെ പൂജയ്ക്ക് ടെൻഷൻ തോന്നി തുടങ്ങിയിരുന്നു. നീ ഇപ്പോൾ ആ LGBTQ ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് സമരത്തിനിറങ്ങിയതിന് നീ ഞങ്ങളോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ കല്യാണം മുന്നോട്ട് പോകൂന്ന് കമലേഷ് പറഞ്ഞതും പൂജ പറയുന്നുണ്ട് താൻ ഒരിക്കലും മാപ്പ് പറയില്ലെന്ന്. ദേഷ്യം വന്ന കമലേഷ് ആകട്ടെ അവളുടെ കയ്യിൽ നിന്നും എൻഗേജ്മെന്റിനിട്ട ആ മോതിരവും വലിച്ചൂരിക്കൊണ്ടാണ് തിരിച്ചു തന്റെ വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മായപ്പനുൾപ്പെടെ എല്ലാവരും അവളെ വഴക്ക് പറയുന്നു. നീ കാണിച്ചത് തെറ്റാണെന്ന് പറയുന്നു. അവരായിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് മാപ്പ് പറഞ്ഞേനെ, എന്തിനാ വെറുതെ റിങ്ങൊക്കെ ഊരിക്കൊണ്ട് വന്നത്? വിനയ അവളോട് പറയുന്നുണ്ട് നിനക്ക് ശരിക്കും പൂജയുടെ മരുമകളായിട്ട് വരാൻ ആഗ്രഹമില്ല, അതാ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. കാരണം നീ 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞില്ലേ നിന്റെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ പോയ BA നിനക്ക് കംപ്ലീറ്റ് ആക്കണമെന്ന്. അപ്പോൾ പൂജയെ പോലെ നിനക്കും ഗ്രാജുവേഷൻ കിട്ടുമെന്ന്. അത് നീ ചെയ്തിരുന്നെങ്കിൽ അത് നന്നായിരുന്നേനെ. അതിനു പകരം നീ വിദ്യാഭ്യാസമുള്ള ആ പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാതിരിക്കാനാ നോക്കിയത്. എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ കമലേഷിനും തോന്നി തുടങ്ങിയിരുന്നു താൻ ചെയ്തത് മണ്ടത്തരമാണെന്ന്. കാരണം പൂജയോടുള്ള ആ ചെറിയ അസൂയയാണ് എങ്ങനെയെങ്കിലും വിവാഹം മുടക്കാനും അവളുടെ മനസ്സിൽ തോന്നിപ്പിച്ചത്. അരുൺ അവളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ചേട്ടത്തെ എങ്ങനെയെങ്കിലും പോയിട്ട് ഈ റിംഗ് അവൾക്ക് തിരിച്ചു കൊടുക്കണം, പ്രശ്നം സോൾവ് ആക്കി എന്റെയും പൂജയുടെയും വിവാഹം നടത്തി തരണം. കമലേഷിന് തന്റെ തെറ്റ് മനസ്സിലായ സ്ഥിതിക്ക് അവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പൂജയെ പോയി എങ്ങനെ കണ്ടു സംസാരിക്കുമെന്ന്. പക്ഷെ അവളെ തേടി പൂജ അങ്ങോട്ടേക്ക് വരുന്നു. കമലേഷ് അവിടെ നിന്ന് വിവാഹം മുടക്കിയിട്ട് പോയ ശേഷം അവളുടെ അച്ഛന് ചെറിയൊരു നെഞ്ചുവേദന വന്നു. എന്നാൽ അത് അസിഡിറ്റി ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ എന്നാലും അവൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഈ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും പറ്റുമോ എന്ന്. അതുകൊണ്ടാണ് പൂജ ഇവരോട് മാപ്പ് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ശരിക്കും നിങ്ങൾക്ക് എന്നോട് എന്താണ് പ്രശ്നമെന്ന് കമലേഷിനോട് അവൾ ചോദിച്ചതും കമലേഷ് തന്റെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും പൂജയോട് തുറന്നു പറയുന്നു. ഈ വീട്ടിലെ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസം എനിക്കാണ്. ഞാനും BAക്ക് പോകാൻ തുടങ്ങിയതാ ഫസ്റ്റ് ഇയറിൽ തന്നെ വിവാഹം കഴിഞ്ഞു. അത് കാരണം പിന്നെ കംപ്ലീറ്റ് ആക്കാനൊന്നും നിന്നില്ല. ബാക്കി എല്ലാവരും വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മാത്രം ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മനസ്സിലാകാതെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ചിലപ്പോൾ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടും. വരാൻ പോകുന്ന മരുമകളെങ്കിലും എന്നോട് സംസാരിച്ച് എന്റെ ലെവലിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നും. പക്ഷെ നീയും നന്നായിട്ട് പഠിച്ചതാ. നാളെ ഇവിടേക്ക് നീ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ നീയും വലിയ വലിയ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടും. 15 വർഷം എടുത്തു എനിക്കിവിടെ ഒരു സ്ഥാനം ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ. നീ ഒരു ഇംഗ്ലീഷ് പാട്ട് പാടിയപ്പോ തന്നെ എല്ലാവരുടെ മനസ്സിലും നീ സ്ഥാനം പിടിച്ചു. അരുൺ എനിക്കൊരു മകനെ പോലെയാണ്. നീ വന്നു കഴിഞ്ഞാൽ അരുൺ എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു പോകുമെന്നുള്ള പേടിയും കൂടി എനിക്കുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണം. പക്ഷെ ഒരു തവണ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഞാൻ തിരുത്തുകയും ചെയ്യും. ഇനി എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ശരിക്ക് വേണ്ടിയിട്ട് ആരുടെ കൂടെ വേണമെങ്കിലും ഞാൻ പോരാടും. പക്ഷെ ഇത് മനസ്സിലാക്കി എടുക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം, അത്രയുള്ളൂ. കമലേഷ് അത്ര മോശം സ്ത്രീയൊന്നുമല്ല എന്ന് പൂജയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പോൾ കമലേഷിനെ പറ്റിയ തെറ്റ് അവൾ ഏറ്റു പറഞ്ഞതും. LGBTQവിനെ പൂജ സപ്പോർട്ട് ചെയ്തു എന്ന് കരുതിയിട്ട് ഈ വിവാഹമൊന്നും തന്നെ മുടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് കമലേഷിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി പൂജയെ ആ വീട്ടിലേക്ക് അവൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പൂജയാകട്ടെ കമലേഷിനോട് പറയുന്നുണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ അവർക്ക് സമൂഹത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും അവർക്കായിട്ട് തന്നെ ശബ്ദമുയർത്താനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നില്ല. ആ സമയം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചുറ്റുമുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരെങ്കിലും ശബ്ദം ഉയർത്തണം. അതുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തത്. പൂജയെ തെറ്റിദ്ധരിച്ചതിൽ കമലേഷ് സോറി പറയുന്നു. അവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ മാറി. ഒരു കാര്യം കൂടി കമലേഷ് പൂജയോട് പറയുന്നുണ്ട്. അരുൺ ഒരു പാവമാണ്, അവനെ ഒരു രീതിയിൽ നീ വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും നീ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഞാൻ അവനെ ഒന്നും ചെയ്യില്ല എന്ന് പൂജ പറയുന്നു. ഇനി അവനെങ്ങാനും എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാലോ എന്ന് പൂജ തിരിച്ചു ചോദിക്കുമ്പോൾ കമലേഷ് പറയുന്നുണ്ട് ഒരിക്കലും അവൻ എന്നെ ഒന്നും ചെയ്യില്ല, അവൻ നല്ല കുട്ടിയാണ്. ഇന്നേ വരെ അവന്റെ തെറ്റ് ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യത്തുമില്ല. അതിനുശേഷം എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് കമലേഷ് അവളുടെ കയ്യിൽ നിന്നും ഊരിയെടുത്തുകൊണ്ട് വന്ന മോതിരം തിരിച്ചിട്ട് കൊടുക്കുകയും വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇടയ്ക്കൊക്കെ അരുണും പൂജയും ഫോണിൽ സംസാരിക്കുമായിരുന്നു. അരുണിന്റെ ഫ്രണ്ട്സ് എല്ലാം അവനോട് ചോദിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഹണിമൂണിന് എങ്ങോട്ടാ പോകുന്നതെന്നായിരുന്നു. അതൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് അവൻ പറയുന്നു. അവൻ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കമലേഷ് അവിടേക്ക് വരുന്നു. കമലേഷിനെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് കമലേഷിനോട് പറയുന്നുണ്ട് പൂജ വന്നാലും ചേട്ടത്തിലുള്ള സ്നേഹത്തിന് എനിക്ക് ഒരു കുറവും വരില്ല എന്ന്. ഞാനെന്നും ചേട്ടത്തിയുടെ മകൻ തന്നെയായിരിക്കുമെന്ന്. എന്നിട്ട് അവൻ കമലേഷിന് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ കുടിക്കുന്ന ഒരുതരം ബിയർ കൊടുക്കുന്നുണ്ട്. എന്നാൽ നീ കുടിക്കുന്ന സാധനം തന്നെ എനിക്ക് വേണമെന്ന് കമലേഷ് പറഞ്ഞതും അരുൺ പറയുന്നുണ്ട് ഇത് ഞങ്ങൾ ആണുങ്ങൾ കുടിക്കുന്നതാണ്, സ്ത്രീകൾ കുടിക്കുന്ന സാധനമാണ് ഞാൻ ചേട്ടത്തിക്ക് തന്നത്, അത് ചേട്ടത്തി കുടിച്ചാൽ മതി. മുൻപൊരു ദിവസം അരുൺ കമലേഷിന് ഗിഫ്റ്റ് ചെയ്ത ഒരു വാച്ച് അപ്പോഴും കമലേഷിന്റെ കയ്യിലുണ്ടായിരുന്നു. അവളത് അഴിച്ചു വെക്കാറേയില്ലായിരുന്നു. അവനോടുള്ള സ്നേഹം കൊണ്ട് എപ്പോഴും കെട്ടിക്കൊണ്ട് നടക്കും. അങ്ങനെ പിറ്റേന്ന് ഇവരുടെ വിവാഹം എല്ലാം മംഗളകരമായിട്ട് നടന്നു. എല്ലാവരും ആഘോഷങ്ങളിലും ഡാൻസിലും പാട്ടിലും ഒക്കെയായിരുന്നു. അന്ന് അരുണിന്റെയും പൂജയുടെയും ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ പൂജ റൂമിലായിരുന്നു. എല്ലാവരും താഴെ ഡാൻസും പാട്ടുമായിട്ട് നിൽക്കുന്ന സമയത്ത് അരുൺ റൂമിലേക്ക് വരുന്നു. പൂജ ആകെ തളർന്നിരിക്കുകയായിരുന്നു. അവളാകട്ടെ അവനോട് പറയുന്നുണ്ട് എനിക്കിന്ന് നല്ല പനിയുണ്ട്, എനിക്ക് റെസ്റ്റ് എടുക്കണം, ഇന്നിനി ഒന്നിനും വയ്യാന്ന്. എന്നാൽ അരുൺ അതൊന്നും കേൾക്കുന്നില്ല. നിന്റെ എല്ലാ അസുഖവും ഞാൻ മാറ്റിത്തരാം, നിനക്ക് ഒരു വയ്യായികയില്ല, ഒരു പ്രശ്നമില്ല, അതെല്ലാം ഇപ്പൊ ശരിയാവും
മതിയാകൂന്ന് പറഞ്ഞിട്ട് അവളുടെ ഡ്രസ്സുകൾ അഴിക്കാൻ തുടങ്ങി. എന്നാൽ പൂജ എതിർക്കുന്നുണ്ട്. അവൾ നോ പറയുന്നു. എല്ലാം നാളെ ആകാം, എനിക്കിന്ന് റെസ്റ്റ് എടുക്കണം, ഇന്ന് ഒരു ദിവസത്തേക്ക് തന്നെ വെറുതെ വിടാൻ പറയുന്നു. എന്നാൽ അരുൺ കേൾക്കുന്നില്ല. അവൾക്കൊന്ന് സംസാരിക്കാൻ പോലുള്ള അവസരം അവൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. നോ പറഞ്ഞപ്പോഴും അവൻ പറയുന്നുണ്ട്, നീ എന്റെ വൈഫാണ്, ഇതെന്റെ അവകാശമാണ്. അവൾ എത്രയൊക്കെ എതിർത്തിട്ടും ക്രൂരമായിട്ട് അവളെ പിടിച്ച് ബെഡിലേക്ക് എടുത്തിട്ട് വാ പൊത്തിപ്പിടിച്ച് അവൻ അവളെ റേപ്പ് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ ഉണർന്ന് പൂജ ചെയ്തുകൊണ്ടിരുന്ന കമലേഷ് കാണുന്നതാകട്ടെ ടെറസിന്റെ മുകളിൽ ആ വിവാഹ വസ്ത്രത്തിൽ തന്നെ നിൽക്കുന്ന പൂജയായിരുന്നു. ഞെട്ടിത്തെറിച്ച് കമലേഷ് ടെറസിലേക്ക് ഓടുന്നിടത്താണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ്. കമലേഷും പിങ്കിയും മഹാഭാരത കഥ കേട്ടുകൊണ്ടിരിക്കെ പാഞ്ചാലിയെ പണയം വെച്ച് ചൂത് കളിച്ച കഥ പറയുമ്പോൾ പിങ്കി ചോദിക്കുന്നുണ്ട്, പാഞ്ചാലിയെ പണയം വെക്കാൻ പാഞ്ചാലി ഒരു പ്രോപ്പർട്ടി ആണോ എന്ന്. അതിന് പിങ്കിയോട് അന്ന് കമലേഷ് പറഞ്ഞത് പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾ പുരുഷന്മാരുടെ പ്രോപ്പർട്ടി ആയിരുന്നു എന്നാണ്. അപ്പോൾ ഈ കാലത്ത് എങ്ങനെയാണെന്ന് പിങ്കി ചോദിച്ചപ്പോൾ അതിനെന്ന് കമലേഷിന്റെ അടുത്ത് മറുപടി ഉണ്ടായിരുന്നില്ല. കഥ പ്രസന്റിലേക്ക് വരുന്നു. രാത്രിയിൽ പൂജയെ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്ത ശേഷം അവൾ കരയുന്ന കണ്ടിട്ട് അരുൺ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ഞാൻ നിന്റെ ഭർത്താവല്ലേ, നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെന്താണ്? ഞാൻ നിന്നോട് നോ പറഞ്ഞിരുന്നുവെന്ന് അവൾ പറഞ്ഞപ്പോൾ ആ നോയ്ക്കൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ലെന്നാണ് അവൻ തിരിച്ചു പറയുന്നത്. നിന്റെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം എന്റെ സ്വന്തമാണ്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ കരഞ്ഞുകൊണ്ട് പൂജ പറയുന്നുണ്ട്, നീ എന്നെ റേപ്പ് ചെയ്തു എന്ന്. അത് കേട്ടതും അരുണിന് ദേഷ്യം വരുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നു ചോദിച്ചിട്ട്, നിന്റെ ഹസ്ബൻഡ് അല്ലേ ഞാൻ, പിന്നെ എങ്ങനെ ഇത് റേപ്പാകും? അവൾ വീണ്ടും വീണ്ടും കരയുന്ന കണ്ടിട്ട് അവന് ദേഷ്യം വരുന്നു. നിനക്ക് അത്രയ്ക്ക് പരാതിയാണെങ്കിൽ പോയി പുറത്തുള്ള ആൾക്കാരോട് പറയുന്നു പറഞ്ഞിട്ട് അവളെ പിടിച്ച് അവൻ റൂമിന് പുറത്തേക്ക് തള്ളിവിടുന്നു. കരഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് വന്ന പൂജ കണ്ടത് കമലേഷും മറ്റു സ്ത്രീകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഒരു സ്ത്രീ ഒരിക്കലും ഒരു ആറ്റം ബോംബ് കണ്ട് പേടിക്കില്ല എന്നും ഒരു സ്ത്രീയുടെ ജീവിതം വീട്ടുകാരുടെ കാര്യങ്ങളും നോക്കി അടുക്കള ജോലികളും ചെയ്ത് ജീവിക്കുന്നതാണെന്നും അവൾക്ക് അവളുടെ അഭിമാനത്തെക്കാൾ വലുതല്ല മറ്റെന്തു എന്നാണ് കമലേഷ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകളോട് തന്റെ പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പൂജയ്ക്ക് മനസ്സിലായി. അവൾ സങ്കടത്തോടെ വീണ്ടും തിരിച്ച് റൂമിലേക്ക് കയറി പോകുന്നു. നീ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് അരുൺ ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. എന്താണെങ്കിലും നീ റേപ്പ് എന്നൊക്കെ പറഞ്ഞ കാര്യം നീ അങ്ങ് മറന്നേക്ക്, ഇപ്പൊ നീ എന്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് അരുൺ വീണ്ടും അവളെ പിടിച്ച് ബെഡിലേക്കിട്ട് നേരത്തെ ചെയ്തതിനേക്കാൾ ക്രൂരമായിട്ട് അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവൾ കരഞ്ഞിട്ടും തടഞ്ഞിട്ടും ഒന്നും തന്നെ അവൻ നിർത്തിയില്ല. ഒരു സൈഡിൽ തന്നെ ഒരു രീതിയിലും മനസ്സിലാക്കാത്ത അരുണിന്റെ ക്രൂരപീഡനത്താൽ തളർന്നു കിടക്കുന്ന പൂജ, മറ്റൊരിടത്ത് അന്ന് മുഴുവൻ ജോലി ചെയ്ത് തന്റെ വൈഫ് തളർന്നിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ പോലും പറയാതെ അവളുടെ കാല് നന്നായിട്ട് തിരുമ്മിക്കൊടുക്കുന്ന വിനയ് എന്ന നല്ല ഭർത്താവും. കമലേഷിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു വിനയ്. അവൾ അതെപ്പോഴും വിനയോട് പറയുകയും ചെയ്യും. പക്ഷെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആദ്യ രാത്രിയിൽ തന്നെ തകർന്നുപോയ പൂജയാകട്ടെ കുറച്ചുനേരം ഷവറിന്റെ കീഴിൽ നിന്നിട്ട് രാവിലെ നേരെ പോകുന്നത് ആത്മഹത്യ ചെയ്യാനായിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് കമലേഷ് ടെറസിന്റെ മുകളിലേക്ക് ഓടി വരുന്നത്. എന്തു പറ്റി നിനക്ക്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ കമലേഷിനോട് എന്ത് പറയണമെന്ന് പോലും പൂജയ്ക്ക് അറിയില്ലായിരുന്നു. എനിക്ക് എന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തലേന്ന് രാത്രിയിലെ തിരക്കുകളെല്ലാം കാരണം അവിടെ ആരും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. കമലേഷ് മാത്രമേ രാവിലെ ഉണർന്നുള്ളൂ. വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരയുന്നത് എന്തിനാണെന്ന് പോലും കമലേഷിന് മനസ്സിലായില്ല. തൽക്കാലം എല്ലാവരും ഉണരുന്നിടം വരെ നവവധു വീട്ടിൽ വരുമ്പോൾ ചെയ്യുന്ന ചടങ്ങുകളൊക്കെ ചെയ്യാമെന്ന് കരുതി കിച്ചണിലേക്ക് കമലേഷ് പൂജയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. യാന്ത്രികമായിട്ട് പൂജ അവിടെ എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു. ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കണം. തൽക്കാലം പൂജ ഒരു ചായ ഇട്ടു. ചായ കമലേഷിന് കൊടുത്തപ്പോൾ കമലേഷ് പറയുന്നുണ്ട്, ഈ ചായ കൊള്ളില്ല, ഇത് ശരിക്ക് തിളച്ചില്ല, ഒന്നുകൂടി ഇടാൻ. തിരിച്ചവൾ ആ കപ്പ് പൂജയുടെ കയ്യിലേക്ക് കൊടുത്തതും തകർന്നു നിൽക്കുന്ന പൂജയുടെ കയ്യിൽ നിന്നും ആ കപ്പ് താഴെ വീണ് പൊട്ടുന്നു. ഇവൾ മാനസികമായിട്ട് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കാന്ന് മനസ്സിലാക്കി തൽക്കാലം ആൾക്കാരും ഉണരുന്ന നോക്കി നിൽക്കാതെ പൂജയും കൊണ്ട് കമലേഷ് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. തലേന്ന് വിവാഹം കഴിച്ചയച്ച തന്റെ മകൾ രാവിലെ തന്നെ വീട്ടിലേക്ക് വരുന്ന കണ്ട് ആ അച്ഛനും അമ്മയും ആകെ ടെൻഷനിലായി. കമലേഷിനെ മാറ്റി നിർത്തി തന്റെ അമ്മയോട് പോയി പൂജ കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നാൽ അവളുടെ അമ്മ പറയുന്നത് വിവാഹം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണെന്ന്, നിന്റെ അനുവാദം ഒന്നും നിന്റെ ഹസ്ബൻഡിന് ചോദിക്കേണ്ട കാര്യമില്ല, അയാൾ എന്ത് പറയുന്നു അതൊക്കെ നീ ചെയ്തെങ്കിലേ പറ്റൂ. ഇതൊക്കെ എല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇതൊന്നും വലിയ പ്രശ്നമാക്കി നീ രാവിലെ തന്നെ ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ താൻ അനുഭവിച്ച വേദനയും പ്രശ്നങ്ങളും പറഞ്ഞിട്ട് പോലും തന്റെ അമ്മയും തന്നെ മനസ്സിലാക്കുന്നത് അറിഞ്ഞതോടുകൂടി പൂജ ആകെ തകർന്നുപോയി. ഞാനിനി അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല എന്ന് അവൾ പറഞ്ഞെങ്കിലും അവളുടെ അമ്മയാകട്ടെ അവളെ നിർബന്ധിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല എന്നും നീ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകണം, ഇനി മുതൽ അതാണ് നിന്റെ വീടെന്നും. അവൾ അത്രയൊക്കെ പറഞ്ഞിട്ട് അവളുടെ അമ്മ പറയുന്നത്, ഈ വീട്ടിലെ സാഹചര്യമൊക്കെ നിനക്കറിയില്ലേ, ഒരു വലിയ വീട്ടിലേക്കാണ് നിന്നെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിന്റെ അമ്മായിയച്ഛന്റെ ഒരു ഫോൺ കോൾ കൊണ്ട് നിന്റെ അനിയന് നല്ലൊരു ജോലി കിട്ടും, അതുകൊണ്ട് അവരെയൊന്നും ഒരു രീതിയിലും പിണക്കാൻ പാടില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻ എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന് പൂജയ്ക്ക് മനസ്സിലായി. ആ സമയം കമലേഷിന്റെ വീട്ടിൽ നിന്നും കോള് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പൂജയും കൊണ്ട് നീ എവിടേക്കാ പോയതെന്ന് ചോദിച്ചിട്ട് താൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കമലേഷ് ഫോൺ കട്ട് ചെയ്തു. പൂജയുടെ അമ്മ പൂജയെ കൊണ്ടുവന്ന് കമലേഷിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇവളെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളാൻ പറയുന്നു. നിസ്സഹായയായി കമലേഷിന്റെ കൂടെ പൂജ അവളുടെ സ്കൂട്ടിയിൽ പോവുകയായിരുന്നു. ആ സമയം കമലേഷിന് വീണ്ടും വീട്ടിൽ നിന്ന് കോള് വരുന്നു. പൂജയും കൊണ്ട് പെട്ടെന്ന് വാ, അവർക്ക് പാക്ക് ചെയ്യണ്ടേ, നാളെ അവർക്ക് ഹണിമൂണിന് പോകണ്ടേന്ന് ചോദിച്ചിട്ട്. ഇതെല്ലാം പൂജയും കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ആകെ ടെൻഷനിലായി. എനിക്ക് യൂറിൻ പാസ് ചെയ്യണം, ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ കമലേഷ് പറയുന്നുണ്ട്, ഇവിടെയൊന്നും യൂറിൻ പാസ് ചെയ്യാൻ ഒരു സ്ഥലവുമില്ല,
നമ്മൾ ഇന്ത്യയിലെ സ്ത്രീകള് യൂറിൻ മാക്സിമം കൺട്രോൾ ചെയ്ത് വെക്കണം. ഞാനൊക്കെ 10-14 മണിക്കൂർ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പോയിട്ട് വീട്ടിൽ തന്നെ വന്നിട്ടാണ് കാര്യം സാധിക്കുന്നത്. പലയിടങ്ങളിലും ടോയ്ലറ്റ് ഒന്നും വൃത്തിയുള്ളതായിരിക്കില്ല. ഈ കൺട്രോൾ ചെയ്ത് വെക്കാൻ അവളോട് പറഞ്ഞതും അവൾ ബഹളം ഉണ്ടാക്കുന്നു. എനിക്കിപ്പോ പോയേ പറ്റൂന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ഒരിടത്ത് കമലേഷ് വണ്ടി നിർത്തി. പൂജ അവിടെ നിന്ന് ഇറങ്ങി ഓടി. എന്നാൽ അവിടെ എങ്ങും ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. ഇവൾ എങ്ങോട്ടേക്ക് ഓടുന്നതെന്ന് കമലേഷിന് മനസ്സിലായില്ല. കുറെ ദൂരം കമലേഷ് പോയെങ്കിലും പൂജയെ പെട്ടെന്ന് കാണാതായി. പൂജയെ എത്ര അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവൾ ആകെ ടെൻഷനായിട്ട് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെല്ലാവരോടും കാര്യം പറയുന്നു. രാവിലെ അവളുടെ പേരൻസിന്റെ വീട്ടിൽ കൊണ്ടുപോയ കാര്യവും പറയുന്നുണ്ട്. സാധനങ്ങൾ കൊണ്ടുപോയി കളഞ്ഞിട്ട് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ വീട്ടിലെ ഇളയ മരുമകളെ കൊണ്ടുപോയി നീ കളഞ്ഞിട്ട് വന്നല്ലോ എന്നാണ് സുകുമാർ അവളോട് ചോദിക്കുന്നത്. എന്താണെങ്കിലും തൽക്കാലം എല്ലാവരും ലാസ്റ്റായിട്ട് പൂജയെ കണ്ട സ്ഥലത്ത് പോയി അന്വേഷിക്കാൻ ആരംഭിച്ചു. അതിനിടയ്ക്ക് അന്ന് LGBTQ-വിന്റെ കുറച്ച് പെൺകുട്ടികളെ പൂജയുടെ കൂടെ കമലേഷ് കണ്ടിരുന്നില്ലേ? അതിൽ സോന എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടിട്ട് കമലേഷ് ചോദിക്കുന്നുണ്ട് പൂജ എവിടെയെങ്കിലും വെച്ച് കണ്ടു എന്ന്. സോന പൂജയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് സോനയോട് ചോദിച്ചപ്പോൾ സോന പറയുന്നുണ്ട് ഇത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണെന്ന്. ഇവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് പരാതികൾ പറയാം. എന്നാൽ കമലേഷ് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തിനാ വന്ന് പരാതി പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ തീർക്കാം, അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ. എന്നാൽ സോന പറയുന്നുണ്ട് ഇവിടെ ഒന്നും തീർക്കാൻ പറ്റാത്ത പല പരാതികളും ഉണ്ട്. ചില സ്ത്രീകൾ അത്രയധികം സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടും. അവർക്കതൊക്കെ തുറന്നു പറയണമെങ്കിൽ ഇങ്ങനൊരു സ്ഥലം വേണം. ഈ കാലത്ത് സ്ത്രീകളുടെ സേഫ്റ്റി വലിയൊരു പ്രശ്നം തന്നെയാണെന്ന് കമലേഷിനും അറിയാം. സോന പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ വരാറുണ്ട്. അങ്ങനെ വന്ന 2 പെൺകുട്ടികളെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് റേപ്പ് ചെയ്തു. ആത്മഹത്യ ചെയ്യാൻ വന്ന ഒരു സ്ത്രീക്ക് പോലും മനസമാധാനത്തോടെ ചാകാൻ പറ്റില്ല. അവളെ പോലും പിടിച്ച് റേപ്പ് ചെയ്തിരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് കമലേഷ് പറയുന്നത് അവരെ വീടിന് പുറത്തിറങ്ങാതിരിക്കുന്നതാ നല്ലത്, വീടിനകത്താണ് സേഫ്. എന്നാൽ സോന പറയുന്നുണ്ട് വീടിനുള്ളിലും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നവരുണ്ട്. പലരും സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നത് വീടിനുള്ളിൽ തന്നെയാണ്. അവരൊക്കെ ആരോട് പോയി പറയും? അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലം. അതിനിടയ്ക്ക് സോനയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി പൂജയെ കോണ്ടാക്ട് ചെയ്തു. അവളുള്ള സ്ഥലം മനസ്സിലാക്കി സോനയാകട്ടെ കമലേഷിന്റെ കൂടെ അങ്ങോട്ടേക്ക് പോകുന്നു. സോനയുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നുവെന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് മുന്നേ അവൾ വീട്ടിൽ കയറണമെന്ന് പറഞ്ഞ് അയാൾ ബഹളമായിരുന്നു എന്നൊക്കെ സോന പറയുന്നു. അവൾക്ക് എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ആരോടും പറയാതെ എങ്ങോട്ടും പോകില്ല. എന്താണെങ്കിലും ചെന്ന് സംസാരിച്ചു കഴിയുമ്പോൾ അറിയാം. പൂജ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. കമലേഷ് വണ്ടി പാർക്ക് ചെയ്തിട്ട് പതിയെ ഇറങ്ങുമ്പോഴേക്കും സോന പെട്ടെന്ന് പൂജയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവളെ കണ്ടുപിടിച്ച് അവളോട് കാര്യങ്ങൾ തിരക്കുന്നു. നിനക്ക് എന്ത് പ്രശ്നമാണെങ്കിലും അത് നിന്റെ പ്രശ്നമായിട്ട് മാത്രം കാണാതെ നിന്നെപ്പോലുള്ള ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും അവർക്കെല്ലാം വേണ്ടി നീ സംസാരിക്കണമെന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ നോക്ക്. നിന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നീ കാണുന്നതുകൊണ്ടാണ് ചിലപ്പോൾ നിനക്കിത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്തത്. പൂജ അപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ നിന്റെ പ്രശ്നങ്ങൾ നിന്റെ ചേട്ടത്തിയോട് നിനക്ക് തുറന്നു പറയാൻ പറ്റുമായിരിക്കും. സോന അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതും കമലേഷ് അവിടേക്ക് വരുന്നു. നീ എന്താണെങ്കിലും അവരോട് കാര്യങ്ങളൊന്ന് തുറന്നു പറയാമെന്ന് സോന പൂജയോട് പറയുന്നു. അവര് കുറച്ച് ഡിഫറന്റ് ആണെങ്കിലും വെറും മോശം സ്ത്രീയൊന്നുമല്ല. കമലേഷ് അവിടേക്ക് വന്നതും പൂജ രണ്ടും കൽപ്പിച്ച് കമലേഷിനോട് നടന്ന കാര്യം പറയാമെന്ന് കരുതുന്നു. കമലേഷും പൂജയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ വീട് വിട്ടു പോയത്? എന്താ നിന്റെ പ്രശ്നം? എന്താണെങ്കിലും തുറന്നു പറയാൻ. പൂജാക്ക് സങ്കടത്തോടുകൂടി കമലേഷിനോട് പറയുന്നുണ്ട് ഇന്നലെ എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു, കൂടെ തലവേദനയും. എനിക്ക് ഒന്നിനും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അരുണിനോട് നോ പറഞ്ഞതാണ്. എന്നിട്ടും അവൻ എന്നെ ഇന്നലെ രാത്രി റേപ്പ് ചെയ്തു. ഇത് കേട്ട ഉടനെ കമലേഷിന് ദേഷ്യം വരുന്നു. താൻ വളർത്തി വലുതാക്കിയ അരുണിനെ പറ്റി അവൾ അങ്ങനെ പറഞ്ഞത് കമലേഷിന് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത നിമിഷം പൂജയുടെ മുഖത്തടിക്കുകയാണ് കമലേഷ് ചെയ്തത്. അവിടെയാണ് 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 3ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. വിനയുടെയും കമലേഷിന്റെയൊക്കെ വിവാഹം കഴിഞ്ഞ് അവർക്ക് പിങ്കി മോള് ജനിച്ച ശേഷമുള്ള ഒരു ദിവസം എല്ലാ ലേഡീസിന്റെയും കൂടി ഇരിക്കുമ്പോൾ കമലേഷിന്റെ കഴുത്തിലെ ലവ് ബൈറ്റ്സ് ഒരു ലേഡി കാണുന്നുണ്ടായിരുന്നു. ഇതെന്താണെന്ന് ചോദിച്ച് അവരെല്ലാവരും അവളെ കളിയാക്കുന്നു. നാണത്തോടു കൂടി അവൾ അകത്തേക്ക് ഓടി വരുമ്പോൾ വിനയാകട്ടെ അവളോട് പറയുന്നുണ്ട് എന്തിനാ അവരുടെ അടുത്ത് നിന്നും ഓടിപ്പോരുന്നത്, അവർ ചോദിച്ചതിനുള്ള മറുപടി കൊടുക്കണ്ടായിരുന്നു എന്ന്. പക്ഷെ അതിന് കമലേഷ് പറയുന്നത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെ ഇടയിലെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ലെന്ന്. അതൊന്നും നല്ല കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ചേരുന്നതല്ല. കഥ പ്രസന്റിലേക്ക് വരുന്നു. പൂജ തന്നെ അരുൺ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞതും കമലേഷ് അവളുടെ മുഖത്തടിച്ചല്ലോ. നിന്റെ ബെഡ്റൂമിൽ നടന്ന കാര്യങ്ങള് ഇങ്ങനെയൊക്കെ നിനക്ക് പറയാൻ നാണമില്ലേ എന്ന് കമലേഷ് അവളോട് ചോദിക്കുന്നു. എന്റെ അരുൺ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അവനെ അങ്ങനെയല്ല ഞാൻ വളർത്തിയത്. ഇങ്ങനൊരു കാര്യം ഒരിക്കലും സംഭവിക്കത്തേയില്ല. നിങ്ങൾക്കെന്താ അതിൽ ഇത്ര ഉറപ്പെന്ന് പൂജ ചോദിച്ചതും കമലേഷ് പറയുന്നുണ്ട് ഉദാഹരണത്തിന് എന്റെ റൂമില് എന്റെ അലമാരിയിലിരിക്കുന്ന ഒരു 100 രൂപ ഞാൻ എടുത്തു എന്ന് കരുതിയിട്ട് ഞാൻ കള്ളിയാകുമോ എന്ന്. അതായത് വിവാഹശേഷം പൂജയുമായിട്ട് അരുണ സെക്സിൽ ഏർപ്പെട്ടതിൽ എന്ത് തെറ്റാണുള്ളതെന്നാണ് കമലേഷ് ചോദിക്കുന്നത്. എന്നാൽ പൂജ പറയുന്നുണ്ട് താനൊരു അലമാരയല്ല എന്ന്. പക്ഷെ നീ അവന്റെ വൈഫല്ലേ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് അവന് നിന്റെ മേൽ അത്രയധികം അവകാശമില്ലേ എന്നാണ് കമലേഷ് ചോദിക്കുന്നത്. കരഞ്ഞുകൊണ്ട് പൂജ പറയുന്നുണ്ട് അതൊരു മാരേജ് ആയിരുന്നു, രജിസ്ട്രേഷൻ നടത്തി എന്നെ ആരും വിറ്റതല്ലോ, ഞാൻ ആരുടെയും പ്രോപ്പർട്ടി ആയിട്ടുമില്ല. എന്നാൽ കമലേഷ് ദേഷ്യത്തോടെ അവളോട് ചോദിക്കുന്നുണ്ട് നിനക്കൊരു ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്ന്. തിരിച്ചു പൂജ അവരോട് ചോദിക്കുന്നത് കൺസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ എന്നാണ്. കമലേഷിന് അതൊന്നും അറിയത്തേയില്ലായിരുന്നു. അങ്ങനെ ഒരു വാക്കുപോലും അവൾ ആദ്യമായിട്ടായിരുന്നു കേൾക്കുന്നത്. എനിക്ക് അതിന്റെ ഒന്നും അർത്ഥം അറിയില്ല എന്ന് കമലേഷ് പറഞ്ഞതും പൂജയ്ക്ക് മനസ്സിലായി ഇനി ഇവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും മോശമായ ചേട്ടൻ
ചേട്ടത്തെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. അത് കേട്ട് കമലേഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പൂജയും കൂട്ടി കമലേഷ് വീട്ടിലേക്ക് വരുന്നതാണ്. എല്ലാവരും അവള് രാവിലെ ഇങ്ങനെ ഇറങ്ങിപ്പോയതിന്റെ പേരിൽ അവളോട് കുറച്ച് പരിഭവത്തിലായിരുന്നു. നിനക്കും അരുണിനിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വീടിനുള്ളിൽ തന്നെ തീർക്കണം. വീട്ടിലുള്ള കാര്യങ്ങൾ പുറത്തറിയാൻ പാടില്ല. സുകുമാരനെ സംബന്ധിച്ച് അയാൾക്ക് സമൂഹത്തിന്റെ മുന്നിൽ വലിയ നിലയും വിലയൊക്കെ ഉണ്ട്. തന്റെ വീട്ടില് ഒരു തെറ്റായ കാര്യങ്ങളും നടക്കരുതെന്നും ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്താരും അറിയരുതെന്നും അയാൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. നാളെ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പല്ലേ, അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അവളെ റൂമിലേക്ക് അയക്കുന്നു. കമലേഷ് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പൂജ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. താൻ ഒരു മോശം ചേട്ടത്തിയാണെന്ന് പറഞ്ഞ കാര്യം. അവൾ വിനയോട് ചോദിക്കുന്നുണ്ട്, അരുണിന് കോളേജിൽ കുറച്ച് പിള്ളേരുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൽ അവന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നു എന്ന്, ഏതെങ്കിലും പെൺകുട്ടികളുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ വിനയ് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല എന്ന്. കോളേജ് ആകുമ്പോൾ സ്ഥിരമായിട്ട് കുട്ടികളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമല്ലോ, അതായിരിക്കും അന്നും സംഭവിച്ചത്. അരുണിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നത് കമലേഷാണ്. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കമലേഷിന് സഹിക്കില്ലായിരുന്നു. അത് കേൾക്കുമ്പോൾ അവളുടെ ജീവൻ പോകുന്ന പോലെ തോന്നും. അതുകൊണ്ടായിരുന്നു പൂജ പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് അംഗീകരിക്കാൻ പറ്റാതിരുന്നത്. പിറ്റേന്ന് രാവിലെ അരുൺ വന്നിട്ട് പൂജ എവിടെയെന്ന് ചോദിക്കുന്നു. അന്നവർക്ക് ഹണിമൂണിന് പോകാനുണ്ടായിരുന്നതായിരുന്നു. അവളെ വീട്ടിലെങ്ങും കാണാത്ത കാരണം എല്ലാവരും ഒന്ന് ടെൻഷനിലായി. കമലേഷ് ആകട്ടെ വീട്ടിലെ ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നതിനുള്ള തിരക്കിലും. ആ സമയം പിങ്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഡ്രസ്സിന്റെ ബട്ടൺ പൊട്ടിപ്പോയിന്ന് പറഞ്ഞിട്ട്. അതാരും ശ്രദ്ധിക്കുന്നുമില്ല. പക്ഷെ ഇത് കണ്ടിട്ട് നേരത്തെ തന്നെ പൂജ കടയിൽ പോയി ബട്ടണും നൂലും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ഡ്രസ്സ് ശരിയാക്കിയ ശേഷം ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് പിങ്കിയോട് അവൾ ചോദിക്കുന്നു. ബാക്കി ആരും പിങ്കിയെ ശ്രദ്ധിക്കാതിരുന്നപ്പോഴും പൂജ അവളെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ കമലേഷിനും സന്തോഷമായി. കഴിഞ്ഞപ്പോഴേക്കും പൂജയരനും ഹണിമൂണിന് പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. നിസ്സഹായയായി പൂജയാകട്ടെ കമലേഷിനെ നോക്കുന്നുണ്ട്. അവൾ ഒന്നും മിണ്ടാതെ പൂജയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവര് പോയി കഴിഞ്ഞിട്ട് കമലേഷ് തന്റെ ജോലികളിലേക്ക് കടന്നു. ടെറസിൽ നിന്ന് എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പിങ്കിയാകട്ടെ കമലേഷിനോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഏ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്. കമലേഷിന് അതിനുള്ള ഉത്തരം അറിയില്ലായിരുന്നു. എന്നാൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ സ്ത്രീകളാകട്ടെ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് കമലേഷിനോട് പറയുന്നുണ്ട്, വല്ലപ്പോഴും ഒക്കെ പത്രത്തിന്റെ ഫ്രണ്ട് പേജും കൂടി വായിക്കുന്നത് നല്ലതാണെന്ന്. എപ്പോഴും ബാക്ക് പേജ് മാത്രം വായിച്ചിരുന്നു കഴിഞ്ഞാൽ ലോകവിവരങ്ങളൊന്നും അറിയില്ല. മറ്റു സ്ത്രീകളുടെ മുന്നിൽ താൻ ചെറുതായി പോയിക്കൊണ്ടിരിക്കുന്നത് കമലേഷിന് മനസ്സിലായി. പൂജ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോന്നുള്ള ഡൗട്ട് കമലേഷിന്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങിയിരുന്നു. അത് കാരണം സോനയോട് പോയി സംസാരിക്കുന്നു. ഞാൻ വെറും ഒരു മണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ സോന പറയുന്നുണ്ട്, ഒരാൾ താൻ കാണിക്കുന്നത് മണ്ടത്തരമാണെന്നും താൻ ഒരു മണ്ടിയാണെന്നും മനസ്സിലാക്കിയ ശേഷം വീണ്ടും വീണ്ടും അതേ മണ്ടത്തരം കാണിക്കുമ്പോഴാണ് ഒരു മണ്ടിയാകുന്നത്. നിങ്ങൾ ന്യൂസ് പേപ്പറിൽ ഫസ്റ്റ് പേജ് വായിച്ചു തുടങ്ങാനുള്ള സമയമായി കഴിഞ്ഞുവെന്നും സോന പറയുന്നു. എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കമലേഷിന് ഒരുക്കി കൊടുക്കുകയും ചെയ്തു. കമലേഷ് അവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഭർത്താവിനോട് ഭാര്യ ശാരീരിക ബന്ധത്തിൽ ഇപ്പോൾ ഏർപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, വാല്യൂ ഉണ്ടെന്ന്. ഒരു സ്ത്രീയുടെ ശരീരം അവളുടെ അവകാശമാണ്. ആ ശരീരത്തിലുള്ള അവളുടെ അവകാശം ഒരു വിവാഹം കൊണ്ടും മാറുന്നതല്ല. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഒരു തവണ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി നമ്മുടെ പേരിലാണ്. നമുക്കതിൽ പൂർണ്ണ അവകാശമുണ്ട്. എന്നാൽ മാരേജ് എന്ന് പറയുന്നത് താലി കെട്ടി കൂടെ കൂട്ടി ഭാര്യയാക്കി കഴിഞ്ഞാൽ ഓരോ തവണയും സെക്സിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആ വൈഫിന്റെ കൺസെന്റ് അവിടെ വേണം. അവളുടെ അനുവാദമില്ലാതെ അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് റേപ്പിന് തുല്യം തന്നെയാണ്. ഒരിക്കലും പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ പോലെയല്ല വിവാഹം എന്ന് പറയുന്നത്. ഭാര്യയായി എന്ന് കരുതിയിട്ട് അവളുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ടുള്ള അവകാശം ഭർത്താവിന്റേത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. അവൾക്ക് നോ പറയാനുള്ള അധികാരമുണ്ട്. എന്നാൽ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ചെറുക്കൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്ന് കമലേഷ് ചോദിച്ചതും ആ സ്ത്രീ പറയുന്നുണ്ട്, ഫാമിലിയിലുള്ള എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാം നല്ലവരാണെന്നാണ്. എന്നാൽ ഒരുപാട് സ്ത്രീകൾ ഫാമിലിയിൽ തന്നെയാണ് സെക്ഷൽ അബ്യൂസിന് ഇരയാകേണ്ടി വരുന്നത്. കമലേഷ് പതിയെ പതിയെ പൂജയുടെ വിഷമം മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. ആ സമയം ഹണിമൂണിന് വേണ്ടി പോയ പൂജയാകട്ടെ അരുണിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അവൾ ബെഡിൽ വന്നിരുന്നിട്ട് അരുണിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കണം, പക്ഷെ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് പേടിയാകുന്നു എന്ന്. നീ എന്തിനാ പേടിക്കുന്നത്? എന്താണെങ്കിലും എന്റെ അടുത്ത് തുറന്ന് സംസാരിക്കുന്നു പറഞ്ഞിട്ട് അവൻ അവളെ തന്റെ അടുത്തേക്ക് വലിച്ചിരുത്തുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, നമുക്ക് ആദ്യം പരസ്പരം നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി അറിഞ്ഞിട്ട് മതി ഇനിയെല്ലാം. നമുക്കെല്ലാം ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നൈറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ മറക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ അവള് പറയുന്ന ഒരു വേർഡ് പോലും അവൻ ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല. അരുൺ പറയുന്നത്, എന്റെ അടുത്തേക്ക് വാ, ഇവിടെ കിടക്ക്, നിന്റെ എല്ലാ വിഷമവും ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ബലമായിട്ട് അവൻ അവളെ റേപ്പ് ചെയ്യുകയായിരുന്നു. അന്ന് രാത്രിയിലും പൂജ അവന്റെ ക്രൂരതയ്ക്ക് ഇരയായി. പിറ്റേന്ന് രാവിലെ ഉറക്കമെഴുന്നേറ്റ് വന്ന വിനയ് കാണുന്നത് പതിവില്ലാതെ കമലേഷ് ആകട്ടെ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് വായിക്കുന്നതാണ്. അതിൽ പര സന്തോഷം അയാൾക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കമലേഷിനും തോന്നി തുടങ്ങിയിരുന്നു, ഇനി മുതൽ താൻ ഫ്രണ്ട് പേജും വായിക്കണമെന്നും ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അറിയണമെന്നും. തന്റെ ഭാര്യയുടെ ഈ മാറ്റം വിനയിലുണ്ടാക്കിയ സന്തോഷം വളരെ വലുത് തന്നെയായിരുന്നു. രാത്രിയിലെ ക്രൂരപീഡനത്തിന് ശേഷം അരുണാകട്ടെ പൂജയും കൊണ്ട് പല റൈഡുകളിലും കയറാൻ പോകും. അവിടുത്തെ കാഴ്ചകൾ കാണാൻ പോകും. എന്നാൽ രാത്രിയാകും തോറും പൂജയ്ക്ക് പേടി കൂടി വരികയായിരുന്നു. അവർ ഹണിമൂണിലായിരിക്കുന്ന സമയമെല്ലാം തന്നെ സ്ത്രീകൾ സമൂഹത്തിൽ നേരിട്ട പല പ്രശ്നങ്ങളും കമലേഷ് നേരിട്ട് പോയി അറിയുകയായിരുന്നു. പൂജയെ പോലെ ഒരുപാട് സ്ത്രീകള് ഇതുപോലെ ഭർത്താക്കന്മാരുടെ ക്രൂര പീഡനത്തിന് ഇരയാകാറുണ്ടായിരുന്നു എന്ന് കമലേഷിന് അതിലൂടെ മനസ്സിലായി. ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, പകൽ മാത്രമായിരുന്നു അവൾ കുറച്ചെങ്കിലും സമാധാനത്തോടെ ഇരുന്നതെന്നും രാത്രി ബെഡ്റൂമിലേക്ക് പോകാൻ പേടിയായിരുന്നുവെന്നും കിടക്ക കാണുമ്പോൾ തനിക്ക് ടെൻഷനാകുമെന്നും രാത്രിയെ വല്ലാതെ പേടിച്ചിരുന്നുവെന്നും ഒക്കെ. പൂജ
ഇതൊക്കെയാണോ നേരിടുന്നതെന്ന് കമലേഷിന്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. ഹണിമൂണിന് പോയ ഓരോ രാത്രികളിലും പൂജയുടെ സമ്മതമില്ലാതെ ക്രൂരമായി അവളെ റേപ്പ് ചെയ്യുകയായിരുന്നു അരുൺ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വന്ന മറ്റു കപ്പിൾസ് എല്ലാം സന്തോഷത്തോടുകൂടി പരസ്പരം സംസാരിച്ചും മനസ്സിലാക്കിയും ആഹാരം കഴിച്ചും ഇരിക്കുന്നത് പൂജ നിസ്സഹായതോടുകൂടി നോക്കിയിരിക്കുന്നുണ്ട്. അരുണിനെ സംബന്ധിച്ച് അവന്റെ കണ്ണ് അവളുടെ ശരീരത്തിൽ മാത്രമായിരുന്നു. കുറച്ചുനേരം പുറത്തുനിന്ന് സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും അവനാകട്ടെ അവളെയും കൂട്ടി നിർബന്ധിച്ച് ബെഡ്റൂമിലേക്ക് പോകും. അവൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ആ ഹണിമൂൺ ദിവസങ്ങളിലൊന്നും തന്നെ അവൾക്ക് സന്തോഷമുള്ള ഒരു കാര്യവും നടന്നില്ല. എല്ലാ ദിവസങ്ങളിലും ഈ വേദന അനുഭവിച്ച് മടുത്ത അവളാകട്ടെ ഒരു ദിവസം രാത്രി ബെഡ്റൂമിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുവന്നപ്പോ അവനോട് പറയുന്നുണ്ട്, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന്. എന്നാൽ വാഷ്റൂമിൽ കയറിയിട്ട് അവൾ കുറെ നേരം പുറത്തിറങ്ങാതെ തന്നെ ഇരിക്കുകയായിരുന്നു. ദേഷ്യം വന്ന അരുണാകട്ടെ വാതിലിന് വന്ന് ഇടിക്കാൻ തുടങ്ങി. നീ പുറത്തേക്കിറങ്ങി വാ, ഇന്നത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവള് പറയുന്നുണ്ട്, എനിക്കിത് പറ്റില്ല, എങ്കിലും എന്നെ വെറുതെ വിടണം, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് എന്തിനാ നീ പറയുന്നത്? അതൊന്നും നടക്കൂല, മര്യാദയ്ക്ക് പുറത്തേക്കിറങ്ങുന്നതാ നല്ലതെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയതും വേറെ നിവൃത്തിയില്ലാതെ അവളൊരു കള്ളം പറയുന്നു, തനിക്ക് പീരീഡ്സ് ആയി എന്ന്. എന്നാൽ ഇത് കേട്ടതും അരുണിന് ദേഷ്യം വരുന്നു. ഈ സമയത്ത് തന്നെ ഇതൊക്കെ ആവണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ പറയുന്നുണ്ട്, പീരീഡ്സ് ആയെങ്കിൽ അതെന്നെ കാണിക്കാൻ, അത് കണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇന്ന് രാത്രി നിന്നെ വെറുതെ വിടൂ. അവൻ അങ്ങനെ പറയുന്നത് കേട്ടതും അവൻ ഇത്രത്തോളം ക്രൂരനാണോ എന്ന് പൂജ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. സാകാതെ കള്ളം പറഞ്ഞതിന്റെ പേരിൽ അവൻ വീണ്ടും ക്രൂരമായി ഉപദ്രവിക്കുമെന്ന് അവൾക്കറിയാം. ആ നിമിഷം അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അവൾ അന്ന് രാത്രി ചെയ്തത്. അവിടെ ഇരുന്ന ബ്ലേഡ് അവൾ കയ്യിലേക്ക് എടുക്കുന്നു. ആ സീൻ അവിടെ കട്ടായ ശേഷം പിന്നീട് കാണിക്കുന്നത് നാട്ടിലേക്ക് പൂജയെ കൊണ്ടുവന്നിരിക്കുന്നതും അവൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി കിടക്കുന്നതുമാണ്. വീട്ടിലെ എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അരുൺ പറയുന്നത് അവൾക്ക് പീരീഡ്സ് ആയി എക്സസീവ് ബ്ലീഡിംഗ് ആയി എന്നാണ്. പിങ്കി ചോദിക്കുന്നുണ്ട്, പീരീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന്. അതൊക്കെ നിന്നോട് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് കമലേഷ് തൽക്കാലം അവളെ ഒഴിവാക്കി. കമലേഷ് വിനയോട് പറയുന്നുണ്ട്, ഒരമ്മയ്ക്ക് മകളോട് ഇതൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് പോലും അറിയില്ല. എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള വീട് ഇതിനുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പിങ്കി, ഞാൻ ഇതൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമോ എന്തോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതും ഡോക്ടർ കമലേഷിനെ വിളിക്കുന്നു. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ താൻ ചേട്ടത്തെയാണെന്ന് പറയുന്നുണ്ട്. പീരീഡ്സിൽ എന്താണ് ഇത്രയധികം ബ്ലീഡിംഗ് വന്നതെന്ന് കമലേഷ് ആകട്ടെ ഡോക്ടറോട് ചോദിച്ചതും ഡോക്ടർ പറയുന്നുണ്ട്, പീരീഡ്സോ? അതിന് പൂജയ്ക്ക് പീരീഡ്സ് ആയതൊന്നുമല്ല, ബ്ലേഡ് കൊണ്ട് അവളുടെ വജൈനൽ ഏരിയയിൽ മുറിവുണ്ടാക്കിയിരിക്കുകയാണ്, അതിൽ നിന്ന് വന്ന ബ്ലീഡിംഗ് ആണ്. കേട്ടതും കമലേഷ് ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. പുറത്തേക്കിറങ്ങി വന്ന് അവൾ എല്ലാവരോടും പറയുന്നുണ്ട്, ഇവിടെ ഞാൻ നിന്നുകൊള്ളാം, നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ. കമലേഷ് പൂജയുടെ അടുത്തേക്ക് ചെന്നതും പൂജ വല്ലാതെ പേടിക്കുന്നുണ്ടായിരുന്നു. പേടിക്കേണ്ട, ഇത് ഞാനാണെന്ന് കമലേഷ് പറയുന്നു. എന്നോട് ഈ ക്രൂരത ആരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സങ്കടത്തോടുകൂടി പൂജ പറയുന്നുണ്ട്, ഇത് വേറെ ആരും ചെയ്തതല്ല, ഞാൻ തന്നെ ചെയ്തതാണ്. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂജ കമലേഷിനോട് പറയുന്നുണ്ട്. പീരീഡ്സ് ആണെന്ന് കള്ളം പറഞ്ഞ ശേഷം അതരൻ കണ്ടുപിടിക്കുമെന്ന് പേടിച്ചിട്ടും ഇനി പീരീഡ്സ് അല്ലെങ്കിൽ അവൻ വീണ്ടും തന്നെ റേപ്പ് ചെയ്യുമെന്ന് പേടിച്ചിട്ടും അവൾ ബ്ലേഡ് കൊണ്ട് സ്വന്തം വജൈന കട്ട് ചെയ്തതാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെന്ന് കമലേഷിനോട് പൂജ ചോദിക്കുന്നു. ലോകത്ത് ഒരു സ്ത്രീക്കും വെറുതെ ഒരു കള്ളം പറയാൻ വേണ്ടിയിട്ടും തന്റെ ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നുവെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും തന്റെ പ്രൈവറ്റ് പാർട്സ് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ കള്ളം പറയാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ അരുണിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇത് ചെയ്തതെങ്കിൽ ഒരു തവണ നിങ്ങളിതൊന്ന് ചെയ്തു നോക്ക്. ഈ വേദന നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കമലേഷിന് ഇതൊന്നും കേട്ടു നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ അരുൺ പൂജയോട് ഇത്രയധികം ക്രൂരതകൾ ചെയ്തുവെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അരുണിനെ പറ്റി കള്ളത്തരമാണ് പൂജ പറയുന്നതെങ്കിൽ അവൾ പറഞ്ഞ പോലെ ആ ഏരിയ എനിക്കും കട്ട് ചെയ്യാൻ പറ്റണം, ഒരു വേദനയുമില്ലാതെ, ഒട്ടും പേടിക്കാതെ. അതിനു വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് ചെന്ന് ഒരു ബ്ലേഡ് എടുത്ത് തന്റെ പ്രൈവറ്റ് പാർട്ടിലേക്ക് കമലേഷ് കൊണ്ടുപോകുന്നു. എന്നാൽ അവളുടെ കൈ വരയ്ക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും പൂജ ചെയ്ത പോലെ ആ സ്ഥലത്ത് തനിക്ക് ഒരിക്കലും മുറിവുണ്ടാക്കാൻ പറ്റില്ല എന്ന് കമലേഷിന് മനസ്സിലായി. പൂജ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, അല്ലാതെ വെറുതെ അരുണിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൾ ഒരു കള്ളങ്ങളും പറഞ്ഞിട്ടില്ല. പൂജയുടെ വിഷമങ്ങളൊന്നും കാണാതെ അരുണിനെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന തന്നെ തന്നെ കമലേഷ് വെറുക്കാൻ തുടങ്ങിയിരുന്നു. അവിടെയാണ് മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പൂജയെ സപ്പോർട്ട് ചെയ്തിന് കമലേഷിന് മുന്നോട്ട് പോകാൻ പറ്റുമോ, അതോ തന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവൾ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുമോ? തൽക്കാലം ഫസ്റ്റ് പാർട്ട് ഇവിടെ ഞാൻ നിർത്തുകയാണ്. ബാക്കി 3 എപ്പിസോഡുകൾ അടങ്ങിയ വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെയുള്ള സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.